Hello everyone, welcome back to the series of discussions on UPSC 2024 Main Strength Analysis. So, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് GS1 പേപ്പറിൻ്റെ അനാലിസിസ് ആണ് ഡീപ്പർ രീതിയിൽ. സോ നമ്മൾ ആദ്യമേ കണ്ടു എന്തൊക്കെ ട്രെൻഡ്സ് ആണ് ഇപ്പോൾ UPSC GS1ൽ ഫോളോ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഓരോ സബ്സെക്ഷനും എങ്ങനെയൊക്കെയാണ് ഓവർ ദി ഇയേഴ്സ് ഫെയർ ഓൺ ചെയ്യുന്നത്, ഈ കൊല്ലം എങ്ങനെയാണ് ആ ട്രെൻഡ് മാറിയിട്ടുള്ളത് എന്നുള്ളതുമാണ്. അപ്പോൾ നമ്മൾ 2020ൽ നോക്കുകയാണെങ്കിൽ ജോഗ്രഫി ഓൾമോസ്റ്റ് 8 ക്വസ്റ്റ്യൻസ് കൺസിസ്റ്റൻ്റ്ലി വന്നിട്ടുണ്ട്. സൊസൈറ്റി ഹാസ് ബീൻ 6, ആർട്ട് ആൻഡ് കൾച്ചർ 4 ക്വസ്റ്റ്യൻസ്, മോഡേൺ ഹിസ്റ്ററി 2 ക്വസ്റ്റ്യൻ ഉണ്ട്, വേൾഡ് ഹിസ്റ്ററി ചോദിച്ചിട്ടില്ല. അപ്പോൾ ഇതിനുള്ളിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത്, നമ്മൾ പറഞ്ഞൊരു റീസർജൻസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി ഉണ്ട്. വേൾഡ് ഹിസ്റ്ററി നമ്മൾ നോർമലി പെക്യുലറി പറയാറുള്ളൊരു പാറ്റേൺ ഉണ്ട്. ഓൾട്ടർനേറ്റ് ഇയേഴ്സ് അല്ലെങ്കിൽ മോസ്റ്റ്ലി വൺസ് ഇൻ ഒരു 2 ഇയേഴ്സിലൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നുള്ളത്. ബട്ട് UPSC ആദ്യമേ ഒരു ഇൻഡിക്കേഷൻ ഇപ്പോൾ തന്നിട്ടുണ്ട്, ആ ഒരു ട്രെൻഡിൽ നിന്ന് UPSC ഈസ് ഗോയിങ് എവേ. കാരണം നമ്മൾ 2023 പേപ്പർ നോക്കുകയാണെങ്കിൽ ദിസ് വാസ് ക്വസ്റ്റ്യൻ ഇൻട്രൊഡക്ഷൻ ഓഫ് റെയിൽവേസ് ആൻഡ് ദെയർ സോഷ്യോ എക്കണോമിക് ബെനിഫിറ്റ്സ് ഇമ്പാക്ട്സ് ഇൻ വേരിയസ് കൊളോണിയൽ കൺട്രീസ് എന്ന് പറഞ്ഞിട്ട് അക്രോസ് ദ ഗ്ലോബ്. സോ ദാറ്റ് ഈസ് എ വേൾഡ് ഹിസ്റ്ററി ക്വസ്റ്റ്യൻ. ആൻഡ് എഗെയിൻ ഈ കൊല്ലം നമ്മൾ നോക്കുകയാണെങ്കിൽ 2 ക്വസ്റ്റ്യൻ വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് തന്നെ വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എബൌട്ട് വേൾഡ് വാർ ആസ് വെൽ ആസ് ഓൺ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. അപ്പം എഗെയിൻ കോൺസിക്യൂട്ടീവ് ഇയേഴ്സിൽ വരുന്നത് ആ ഒരു ട്രെൻഡ് ചേഞ്ച് എന്നുള്ള ആസ്പെക്റ്റാണ് UPSC നൽകുന്നത്. അതോടൊപ്പം തന്നെ മോഡേൺ ഹിസ്റ്ററിയുടെ ആസ്പെക്ട് ഹാസ് ബീൻ ബിറ്റ് ഓൺ എ ഡിക്ലൈനിങ് ട്രെൻഡ്. ഇപ്പോൾ നമ്മൾ മെയിൻസിൻ്റെ കാര്യം മാത്രമല്ല പ്രിലിംസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും മോഡേണിൻ്റെ ട്രെൻഡ് കുറച്ചൊന്ന് മാറുന്നുണ്ട്. ഇപ്പോൾ 2013ൽ prelims had almost 10 to 13 questions of modern history, while മെയിൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഓൾമോസ്റ്റ് 3 to 4 questions about വരുന്ന ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ കൂടുതലായിട്ടും മോഡേൺ വാസ് ഫോക്കസിങ് ഓൺ 2 questions. പക്ഷേ ഈ തവണ ആ മോഡേണിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഹാസ് കം അപ്പ് വിത്ത് വേൾഡ് ഹിസ്റ്ററി ക്വസ്റ്റ്യൻ. അപ്പം വി കാൺ ടേക്ക് ബോത്ത് ഫോർ ഗ്രാൻഡഡ് എന്നുള്ളൊരു ആസ്പെക്റ്റ് ആണ്. വേറൊരു കീ മിസ്സിംഗ് വരുന്നത് പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഹിസ്റ്ററിയാണ്. ഈ തവണ പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഹിസ്റ്ററി എന്ന കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല. ആൻഡ് അഗെയിൻ ദ കീ പ്ലെയർ സൊസൈറ്റി. കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ 6 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്ന സൊസൈറ്റി 8 ക്വസ്റ്റ്യൻസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതും 75 മാർക്സിൽ നിന്ന് ഓൾമോസ്റ്റ് 100 മാർക്സിലേക്കുള്ള ഒരു ഷാർപ്പ് റൈസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ സൊസൈറ്റി ആസ്പെക്റ്റിൽ നമ്മൾ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ള ഒരു പോയിൻ്റാണ് നമുക്ക് ഇന്ന് ലഭിക്കുന്നത്. സോ എസ്പെഷ്യലി ടെക്നിക്കൽ സബ്ജക്ട്സ് ആണെങ്കിൽ നോൺ ഹ്യൂമാനിറ്റി സബ്ജക്ട്സ് ഓപ്ഷൻസ് ഉള്ളവരൊക്കെ കുറച്ചുകൂടെ സോഷ്യോളജി ആസ്പെക്ട്, സൊസൈറ്റി ആസ്പെക്ട്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് കുറച്ച് സൊസൈറ്റി കീ ടേംസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കൾച്ചറൽ റിലേറ്റിവിസം, സിൻക്രറ്റിക് കൾച്ചർ, കൾച്ചറൽ ഹോമോജനൈസേഷൻ, സോ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് സൊസൈറ്റി കീ ടേംസ് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കണം. കുറച്ച് നല്ല എക്സാമ്പിൾസ് നമ്മൾ കളക്ട് ചെയ്ത് വെക്കണം. അതോടൊപ്പം തന്നെ പറ്റുകയാണെങ്കിൽ കുറച്ച് ജേർണലിസ്റ്റിക് സോഷ്യൽ തിങ്കേഴ്സിനെ നിങ്ങൾക്ക് കോട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഡർക്കീം ആണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യൻ പേഴ്സ്പെക്റ്റീവിൽ നിങ്ങൾക്ക് MN ശ്രീനിവാസനെയൊക്കെ കോട്ട് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നല്ലതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സോഷ്യോളജി പഠിക്കുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരുടെ അടുത്തു നിന്നും കുറച്ച് തിങ്കേഴ്സിനെയൊക്കെ കോട്ട് ചെയ്താൽ ഇറ്റ് മേക്സ് യുവർ ആൻസർ മച്ച് മോർ സ്പെസിഫിക്. കാരണം ഏകദേശം ഇപ്പം 8 ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ സൊസൈറ്റി എഴുതണം എന്നുള്ളപ്പോൾ ഒരേ രീതിയിൽ എഴുതുന്നതിനേക്കാൾ ആ ഒരു ഡൈവേഴ്സ് പെർസ്പെക്റ്റീവ് കൊണ്ടുവരാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അഗെയിൻ ജോഗ്രഫി ഒരു ഡിക്ലൈൻ ഫേസ് ചെയ്തിട്ടുള്ള ഒരു ഇയർ ആണ്. 6 ക്വസ്റ്റ്യൻസ് ആണ് ഡയറക്റ്റായിട്ട് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിലും കുറച്ച് ബൗൺസേഴ്സ് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ജോഗ്രഫിയുടെ ഹ്യൂമൻ ജോഗ്രഫി ആസ്പെക്ട് ഒരു റൈസ് കാണുന്നുണ്ട്. സോ ആ ഒരു ക്വസ്റ്റ്യൻസ് ആണ് കുറേയൊക്കെ നമുക്ക് സോഷ്യൽ പെർസ്പെക്റ്റീവിൽ വരുന്നതായിട്ടും കാണുന്നത്. ആ ഒരു പേപ്പർ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് നോക്കാം. സോ നമ്മൾ ക്വസ്റ്റ്യൻ ബൈ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ആദ്യമേ തന്നെ നമുക്ക് വരുന്നത് വേദിക് സൊസൈറ്റിയാണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ ഫെമിലിയാരിറ്റി കാണും. കാരണം 2020ൽ ചോദിച്ച എക്സാക്ട് ക്വസ്റ്റ്യൻ്റെ ചെറിയൊരു വേരിയൻറ്റ് വേർഷനാണിത്. സോ ആ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്ത ആർക്കും ഈ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും. സോ നിങ്ങൾ നോക്കേണ്ട വേറൊരു കാര്യം കൂടിയാണ്, UPSC ഒരു കൊല്ലം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നെക്സ്റ്റ് ഇയർ ചോദിക്കില്ല എന്നൊക്കെയുള്ള മിഥ്യാധാരണ ഉണ്ടെങ്കിൽ തീർത്തും കളഞ്ഞേക്കുക. ഉറപ്പായിട്ടും ചോദിക്കാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. സോ ഒരു ക്വസ്റ്റ്യൻ ഒരു വർഷം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് വേണം അടുത്ത കൊല്ലത്തോട്ട് പോകാൻ. കാരണം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം ഹോളിൽ തന്നെ നിങ്ങൾ മിസ് ചെയ്തു എന്നുള്ള കാര്യം മനസ്സിലാകും. സോ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ പെർഫോമൻസ് കൂടെ അതിനെ അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ നന്നായിട്ട് തന്നെ PYQs നോക്കി വയ്ക്കുക എന്നുള്ള ഇൻഡിക്കേഷനാണ് നമ്മുടെ GS1ൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ, വേദിക് പീരീഡിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ. സെക്കൻഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മുടെ പല്ലവാസിൻ്റെ ക്വസ്റ്റ്യൻ.
സോ പല്ലവാസിൻ്റെ ക്വസ്റ്റ്യൻ വാസ് വെരി എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ. പല്ലവാസ് ആൻഡ് ചോളാസ്. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം നമുക്ക് പൊന്നിയിൻ സെൽവൻ മൂവി വന്നു, നമ്മുടെ ന്യൂ പാർലമെൻറ്റ് ഇനാഗുറേഷന് സെങ്കോലിൻ്റെ കവറേജ് വന്നു. സോ ഈ ആസ്പെക്റ്റിലൊക്കെ ചോളാസും വളരെ എക്സ്പെക്റ്റഡ് ആയിരുന്നു കഴിഞ്ഞ കൊല്ലം തന്നെ. അതോടൊപ്പം തന്നെ സദേൺ ആർക്കിടെക്ചർ കാര്യങ്ങൾ കുറച്ച് നാളുകളായി മിസ്സായിട്ട് നിൽക്കുന്ന സമയമായിരുന്നു. സോ അതിൻ്റെ ഉള്ളിലും ദിസ് വാസ് വെരി എക്സ്പെക്റ്റഡ്. എല്ലാവർക്കും എല്ലാ ടെസ്റ്റ് സീരീസുകളിലും വന്ന ക്വസ്റ്റൻ ആണ്, എല്ലാവരും പ്രിപ്പയർ ചെയ്തിട്ടുള്ള. സോ ഇറ്റ് ക്യാൻ ബി ഈസിലി ടാക്കിൾഡ്. സോ ഇവിടെയൊക്കെ ഈ ക്വസ്റ്റൻസിനൊക്കെ നിങ്ങൾ വരുമ്പോൾ തന്നെ നിങ്ങൾ കൂടെ ഡയഗ്രാംസ് ആഡ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. റൂളേഴ്സിൻ്റെ നെയിംസ് വരുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. എക്സാമ്പിൾസ് നിങ്ങൾ കോട്ട് ചെയ്യാവുന്ന എക്സാമ്പിൾസ് ഇപ്പം ആർട്ടിൻ്റെയും അതോടൊപ്പം തന്നെ ലിറ്ററേച്ചറിൻ്റെയും ഇപ്പോൾ മെയിൻലി സംഘം ലിറ്ററേച്ചർ കൈൻഡ് ഓഫ് കാര്യങ്ങളൊക്കെ കോട്ട് ചെയ്യുന്നുണ്ടെന്ന കാര്യം ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ മോഡേൺ നിന്ന് വന്ന ഒരേ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫെയർലി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിനെ കുറിച്ച് നോർമൽ പ്രിലിംസിനാണെങ്കിലും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന കാര്യമാണ്. സോ ഇറ്റ് ഈസ് ഈസിലി ടാക്കിൾ. അടുത്ത് വരുന്നതൊക്കെ നമ്മുടെ ജോഗ്രഫി ക്വസ്റ്റ്യൻസ് ആണ്. ഫെയർലി ഇനഫ്. കൂടുതലും 10 മാർക്കേഴ്സ് ജോഗ്രഫി അധികം കഷ്ടപ്പെടുത്തിയിട്ടില്ല. നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ലൈൻസിലൊക്കെ തന്നെയാണ്. സീ സർഫസ് ടെമ്പറേച്ചർ റൈസ് ആണെങ്കിലും സൈക്ലോൺസിൻ്റെ കാര്യമാണെങ്കിലും അതിന് ഡയഗ്രാം വരയ്ക്കണം എന്നുള്ളതാണ്. മൈഗ്രൻസിൻ്റെ കാര്യം. സോ ഇത് കൈൻഡ് ഓഫ് ഒരു ഹ്യൂമൻ ജോഗ്രഫി എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു സൊസൈറ്റി ക്വസ്റ്റ്യൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. ബട്ട് വന്നിരിക്കുന്ന ബ്ലോക്ക് ജോഗ്രഫി ബ്ലോക്കിലാണ് വന്നിരിക്കുന്നത്. സോ നിങ്ങൾ കുറച്ചൊരു ഹ്യൂമൻ ജോഗ്രഫി ആസ്പെക്റ്റോടെയും കമ്പൈൻ ചെയ്തിട്ട് വേണം ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനായിട്ട്. അഗെയിൻ ക്ലൗഡ് ബേസ്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രിപ്പയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്, ഈസിയാണ്. ഡെമോഗ്രാഫിക് വിൻഡർ കുറച്ച് പേർക്ക് കഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ഡെമോഗ്രാഫിക് വിൻഡർ എന്നുള്ള കാര്യം. ബട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നോക്കേണ്ടത് ദിസ് ഇസ് നോട്ട് സൊസൈറ്റി ക്വസ്റ്റ്യൻ, ഇതൊരു ജോഗ്രഫി ക്വസ്റ്റ്യൻ ആണ്, ഹ്യൂമൻ ജോഗ്രഫി ക്വസ്റ്റ്യൻ ആണ്. തിയറി ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഡെവലപ്ഡ് കൺട്രീസിൽ നമ്മൾ പറയുന്ന മാൽത്തൂസിയൻ പ്രിൻസിപ്പിളിൻ്റെ ഒക്കെ ഒരു ആപ്ലിക്കേഷനായിട്ട് വരുന്നതാണ്. സോ ഇവിടെയാണ് ഞാൻ പറഞ്ഞത് നേരത്തെ നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ആ ഒരു കൺസെപ്റ്റ് ഡെമോഗ്രാഫിക് വിൻഡർ എന്നുള്ളത് ചുരുങ്ങുന്ന ഒരു കാലഘട്ടമാണ്, വിൻറ്ററിൽ അധികം പ്രൊഡക്റ്റീവ് അല്ല എന്നൊക്കെയുള്ള ഒരു ചിന്ത വച്ചിട്ട് തന്നെ സോ നമ്മുടെ ഡെമോഗ്രാഫിക് ഡിവിഡൻറ്റ് മാറി ഒരു ഡെമോഗ്രാഫിക് ബേർഡൻ ആയിട്ട് മാറുന്നു, ഒരു ഡിസാസ്റ്ററിലോട്ട് ടെൻഡ് ചെയ്യുന്നു, ഓൾഡ് ഏജ് പോപ്പുലേഷൻ കൂടുന്നു എന്നുള്ളൊരു തിങ്കിങ് അവിടെ വരിക, അതിനെ വെച്ച് എഴുതുക എന്നുള്ളതാണ് നമുക്ക് ഈ ക്വസ്റ്റിനെ ടാക്കിൾ ചെയ്യാനായിട്ടുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള മെക്കാനിസം. അതിനുശേഷം നമ്മുടെ സൊസൈറ്റി സെക്ഷനാണ് മൊത്തം. ജെൻഡർ ഇക്വാലിറ്റി ആണെങ്കിലും വിമൺ എംപവർമെൻറ്റ്, ഇന്റർകാസ്റ്റ് മാരേജസ്, സോഷ്യോ എക്കണോമിക് പാരിറ്റി, NGOസിൻ്റെ ആസ്പെക്ട്, ദ കൊളാബറേഷൻ ഓഫ് NGO, ഗവൺമെൻറ് ആൻഡ് പ്രൈവറ്റ് സെക്ടർ. എഗെയിൻ ചോളാസ് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്ത കാര്യമാണ്. ബാക്കിയുള്ള നമ്മുടെ വേൾഡ് ഹിസ്റ്ററി ക്വസ്റ്റ്യൻസ്, വേൾഡ് വാറിൻ്റെ എഫക്ട്. സോ ഇതൊക്കെ കുറച്ച് അനാലിറ്റിക്കൽ ആയിട്ടുള്ള ആസ്പെക്റ്റ് ആണ്. നമ്മൾ അല്ലാതെയും എഴുതാൻ സാധിക്കും, പക്ഷേ അത്ര ഡയറക്റ്റ് അല്ല. വേൾഡ് വാറിൽ നമ്മളൊരു അനാലിറ്റിക്കൽ പെർസ്പെക്റ്റീവ് കൊണ്ടുവരണം എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് 12 ആണെങ്കിലും. സോ 13 ഇറ്റ്സ് എ മിക്സ് ഓഫ് വേൾഡ് ഹിസ്റ്ററി ആസ് വെൽ എസ് മോഡേൺ ഹിസ്റ്ററി. കാരണം ഇന്ത്യയെ എങ്ങനെ ബാധിക്കുന്നു, നമ്മുടെ ഒരു കോർ പെരിഫറി പ്രിൻസിപ്പിളൊക്കെ വരുന്ന ആ ഒരു ഇമ്പാക്റ്റ് നമ്മൾ കൊണ്ടുവരേണ്ടതാണ് ഇതിൻ്റെ ഉള്ളിൽ. സോ ഇതിൻ്റെ വേറൊരു ഇൻഡിക്കേഷൻ 15 മാർക്കർ ആയതുകൊണ്ട് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നമ്മളെങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ ഒന്ന് കൊണ്ടുവരിക. പിന്നെ നമുക്ക് ഹാൻഡിക്രാഫ്റ്റ്സ്, കോട്ടേജ് ഇൻഡസ്ട്രീസ് നിങ്ങൾക്ക് കൊണ്ടുവരാവുന്ന ഒരു മാപ്പൊക്കെ വരച്ചിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ എവിടെയൊക്കെയാണ് ഇൻഡസ്ട്രീസ് ഉള്ളത്, എന്തൊക്കെയാണ് ടൈപ്പ് ഓഫ് ഹാൻഡിക്രാഫ്റ്റ്സ് ഇന്ത്യയിലുള്ളത് എന്നൊക്കെ കൊണ്ടുവരുന്ന ഒരു ബ്രൗണി പോയിന്റ്സ് ആയിട്ട് മാറും ഈ ഒരു ക്വസ്റ്റ്യനിൽ. അതിനുശേഷം നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് അഗെയിൻ ജോഗ്രഫി ക്വസ്റ്റ്യൻസ് ആണ്. ഗ്രൗണ്ട് വാട്ടർ പൊട്ടൻഷ്യൽ ഗംഗാ വാലിയുടെ നമുക്ക് എഴുതാവുന്ന കാര്യമാണ്. ഗംഗാറ്റിക് വാലി ഈസ് എ സ്പെസിഫിക് പാർട്ട്. പക്ഷേ ഇവിടെയൊക്കെ നമ്മുടെ നോർമലി നമ്മൾ ഗ്രൗണ്ട് വാട്ടർ അല്ലെങ്കിൽ റിവർ എക്സ്പ്ലോയിറ്റേഷൻ, റിവർ പൊല്യൂഷൻ, ഇതിനൊക്കെ നമ്മൾ കൊണ്ടുവരുന്ന പോയിന്റ്സ് നമ്മൾ ഗംഗാറ്റിക് വാലിയായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് കൂടുതലായിട്ട് ചെയ്യാവുന്ന കാര്യം. സോ ദിസ് ഇസ് ടാക്കിളബിൾ. നിങ്ങൾക്ക് കൊണ്ടുവരാവുന്ന ഒരു മിഹിർ ഷാ കമ്മിറ്റീനെയും വെബ് അപ്രോച്ച് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ബ്രൗണി പോയിന്റ്സ് ആയിട്ട് കൊണ്ടുവരാവുന്നതാണ്. ഇനിയാണ് ഏറ്റവും ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ഓഫ് GS1. നിങ്ങളുടെ റിയൽ പ്രസൻസ് ഓഫ് മൈൻഡ് ആവശ്യമായിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് 15ഉം 16ഉം. സോ ഇതിൻ്റെ ഉള്ളിൽ ഒറോറ ബോറിയാലിസ് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമായിരിക്കും. മാഗ്നറ്റിക് ഫീൽഡ് ഇൻട്രാക്ഷൻ കൊണ്ട് നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ കാണുന്ന നോർത്തേൺ ലൈൻസ് എന്നുള്ളത്. സോ നമുക്ക് അവിടുത്തെ പ്രസൻസ് ഓഫ് മൈൻഡ് വേണ്ടത് സോ ഒറോറ ബോറിയാലിസ് പോലെ തന്നെ എന്തെങ്കിലും ആയിരിക്കണം ഒറോറ ഓസ്ട്രാലിസ് എന്നുള്ളതും. ഓസ്ട്രാലിസ് എന്നുള്ളത് കണക്ട് ചെയ്യേണ്ടത് ഓസ്ട്രേലിയ. അപ്പോൾ നോർത്തേൺ ലൈറ്റ്സ് എന്നുള്ള പോലെ അപ്പോൾ ഓസ്ട്രേലിയ സൗത്തിലായതുകൊണ്ട് മോസ്റ്റ്ലി സദേൺ ലൈറ്റ്സ് ഓർ സദേൺ ഹെമിസ്ഫിയറിൽ കാണുന്ന ഒരു കാര്യമായിരിക്കാം എന്നുള്ള ഒരു ചിന്ത വച്ചിട്ട് അവിടെ എഴുതുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള വേ ഔട്ട്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. സോ ഇങ്ങനത്തെ ചിലപ്പോൾ അത് കറക്റ്റ് ആവാം, ചിലപ്പോൾ തെറ്റാവാം. സോ പക്ഷേ ആ റിസ്ക് നമ്മൾ അവിടെ എടുക്കണം എന്നുള്ളതാണ് നമുക്കൊരു മെയിൻസ് പെർസ്പെക്റ്റീവിൽ എടുക്കേണ്ട ഒരു കീ ടേക്ക് അവേ.
സോ ദാറ്റ് വുഡ് ഹെൽപ്പ് യു ഫെച്ച് മാർക്സ് ഇൻ ദിസ് ക്വസ്റ്റൻ. ഹൗ ആർ ദീസ് ട്രിഗേർഡ് എന്നുള്ളത് ചെയ്താൽ പിന്നെ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ആസ്പെക്ട്. അതിനും UPSC നമുക്ക് മുമ്പ് തന്നെ നമുക്ക് അതിന് വേണ്ടിയുള്ള ഒരു മൈൻഡ് സെറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്യോർഡ്സിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സോ അതിൻ്റെ കൾച്ചറൽ സിഗ്നിഫിക്കൻസ് എന്നുള്ള പാർട്ടായിരുന്നു അതിൻ്റെ സെക്കൻഡ് പാർട്ട്. സോ നിങ്ങൾക്ക് ആ പാർട്ടിലോട്ട് ഇതിനെ കണക്ട് ചെയ്ത് ഇതിൻ്റെ ടൂറിസം പൊട്ടൻഷ്യൽ, ഇതിൻ്റെ ഒരു കൾച്ചർ പൊട്ടൻഷ്യൽ എന്നൊക്കെ അതിൻ്റെ ഒരു എക്കണോമിക് ജോഗ്രഫി ആസ്പെക്റ്റിലോട്ടും നിങ്ങൾക്ക് കണക്ട് ചെയ്ത് എഴുതാവുന്നതാണ്. അഗെയിൻ വിത്ത് 16th question ട്വിസ്റ്റർ, മെജോറിറ്റി ഓഫ് ട്വിസ്റ്റേഴ്സ് ഇൻ ഗൾഫ് ഓഫ് മെക്സിക്കോ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എടുക്കേണ്ടത് അല്ലാതെ ആർക്കും അറിയാൻ ചാൻസ് ഇല്ല. സോ ട്വിസ്റ്റർ ഇറ്റ്സ് എ സംതിങ് ടേണിങ് എന്നുള്ള കാര്യം കിട്ടുന്നുണ്ട്. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഗൾഫ് ഓഫ് മെക്സിക്കോയിലാണ് ഇത് അധികമായിട്ട് കാണപ്പെടുന്നത്. സോ ഗൾഫ് ഓഫ് മെക്സിക്കോ വെള്ളമാണ്, വെള്ളത്തിൽ എന്തോ ട്വിസ്റ്റ് ചെയ്യുന്ന സാധനം എന്നുള്ളത് ഗൾഫ് ഓഫ് മെക്സിക്കോ ഏരിയയിൽ നമുക്ക് അറിയാവുന്ന ഒരേ ഒരു കാര്യം ടൊർണാഡോ കൈൻഡ് ഓഫ് എന്തെങ്കിലും ആയിരിക്കണം. അപ്പോൾ ആ ഒരു ബേസിക് എടുത്തിട്ട് സോ നിങ്ങൾക്ക് ടൊർണാഡോനെ കുറിച്ചും സൈക്ലോണിനെ കുറിച്ചും അറിയാവുന്ന കാര്യങ്ങൾ മാക്സിമം എഴുതി വെച്ച് ഇതിനെ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റിനെ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാവുന്ന ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യം. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് മാക്സിമം ആ ക്വസ്റ്റിന് കിട്ടാവുന്ന മാർക്ക് മാക്സിമം കിട്ടുന്നത് തന്നെയാണ്. കാരണം ഇത്തരത്തിലുള്ള ബൗൺസർ ക്വസ്റ്റ്യൻസിന് ഒരു റിലേറ്റിവിസ്റ്റിക് സ്കെയിലിൽ നിങ്ങൾ ബെറ്റർ ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനിയുള്ള ക്വസ്റ്റ്യൻസ് അഗെയിൻ നമ്മൾ നോക്കുമ്പോൾ വി ആർ ഗെറ്റിംഗ് ബാക്ക് ടു സൊസൈറ്റി. സോ 4 സൊസൈറ്റി ക്വസ്റ്റ്യൻസ് ബാക്ക് ടു ബാക്ക് ഓൺ 15 മാർക്കേഴ്സ്. ഇവിടെ നമുക്ക് അങ്ങനെ അധികം ഡൗട്ട് വരാവുന്ന കാര്യമല്ല ഹ്യൂമൻ ജോഗ്രഫി ആണോ അല്ലയോ എന്നുള്ളത്. എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ നമ്മുടെ ഡയറക്റ്റ്ലി സിലബസിൽ നിന്ന് തന്നെ ടാക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഗ്ലോബലൈസേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറൽ ഡൈവേഴ്സിറ്റി വെച്ചിട്ട് തന്നെ ഒരു 2-3 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സോ ഈ ഏരിയാസ് ഒക്കെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു പേപ്പറാണ് GS1. അപ്പോൾ ഇത് തന്നെ നമ്മൾ സിലബസ് ട്രാക്ക് ചെയ്യുകയാണെങ്കിൽ സോ ഈ വളരെ ഈസി ആയിട്ട് കീ ടേംസിൻ്റെ റെപ്പിറ്റേഷൻ നമുക്ക് GS1 കാണാൻ സാധിക്കും. ഇപ്പോൾ ചോള ആണെങ്കിലും അല്ലെങ്കിൽ പല്ലവ ഇതിൻ്റെയൊക്കെ ചോദിച്ചിട്ടുള്ളത് ആർട്ട്, ലിറ്ററേച്ചർ, ആർക്കിടെക്ചർ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ്. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് ചെയ്യാവുന്നത് സിമിലർ ലൈൻസിലുള്ള അതർ ഡൈനാസ്റ്റീസ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക അതിൻ്റെ നോട്ടുകളൊക്കെ എന്നുള്ളതാണ്. അഗെയിൻ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, നമ്മുടെ വേൾഡ് ഹിസ്റ്ററി ചോദിച്ച ഇൻഡസ്ട്രിയൽ റെവല്യൂഷനാണ്. വേൾഡ് വാർ 1 ആണ് ചോദിച്ചത്, ഡയറക്റ്റ് സിലബസ് ലിങ്കേജ് ആണ്. അഗെയിൻ നമ്മുടെ ഇപ്പം സൊസൈറ്റി പാർട്ട് നോക്കുമ്പോഴൊക്കെ നമ്മുടെ വുമൺ ചോദിച്ചിട്ടുണ്ട്, ഡൈവേഴ്സിറ്റി ചോദിച്ചിട്ടുണ്ട്. സോ ഈ കീ ടേംസ് ഒക്കെ തന്നെയാണ് നമുക്ക് GS1 കാണാൻ സാധിക്കുന്നത്. സോ അഗെയിൻ സിലബസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, PYQs എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള ആസ്പെക്ട് നമുക്ക് GS1 നിന്ന് നിങ്ങൾക്കിപ്പോൾ ബോധ്യമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. സോ ഈ ഒരു ആസ്പെക്ട് വച്ചിട്ട് തന്നെ നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രിപ്പറേഷൻ ഇതിൻ്റെ ബേസിസിൽ ചെയ്ത് നെക്സ്റ്റ് അറ്റംപ്റ്റിലേക്ക് പ്രിപ്പയർ ആവുന്നതാണ്. താങ്ക് യു.